மாமாவும் பொண்ணக்கோடு ஆமா சொல்லி போடு. மாமாவும் பொண்ணக்கோடு ஆமா சொல்லி போடு. அட மாமாவும் பொண்ணக்கோடு ஆமா சொல்லி போடு. இது சாமி போட்ட முடிச்சு அது தாண்டா முன்னு முடிச்சை. இது சாமி போட்ட முடிச்சு அது தாண்டா மூணு முடிச்சு. தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு. ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு. அடமாமா உன் பொண்ணக்கோடு ஆமா உன் சொல்லித்தோடு. ஊருக்குள்ள என்ன பத்து கெடுங்க நல்ல புள்ள. உத்தமனா வாழ்ந்து வந்த தப்பு தாண்டா ஏதும் இல்ல. அட மாப்பிளனா யோகி எந்தா நீங்க செஞ்ச பாக்கி அந்த மாப்பிளனா யோகி எந்தா நீங்க செஞ்ச பாக்கி அந்த. யாருக்கும் தெரியாம நான் தாலிய கட்டவும் மாட்டேன். நியாயத்தை மறக்காம அட நானும் உன்கிட்ட கேட்டேன். என்னோட ஆசை உன் பொண்ணோட பேச. ஏ மாமா நீ சொன்னா கேளு. ஆமா உன் பொண்ணக்கோடு அட ஆமா சொல்லி போடு. சாமி போட்ட முடிச்சு அது தாண்டா முன்னு முடிச்சை. இது சாமி போட்ட முடிச்சு அது தாண்டா மூணு முடிச்சு. தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு. ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு. செய் செய் பண்ணபுரம் போனதில்ல. பஞ்சாலிய பார்த்ததில்ல. ஆமா காஞ்சிபுரம் போனதில்ல. காமாட்சிய கண்டதில்ல. அட பட்டணம் தான் போனதில்ல. பத்தினிய பார்த்ததில்ல. பட்டணம் தான் போனதில்ல. பத்தினிய பார்த்ததில்ல. ஆயிரம் இருந்தாலும் உன் மகள போல வருமா? மணக்குது தெருவெல்லாம் அட வாழ பூவு குருமா. பொண்ணோட நானும் ஒன்னாக வேணும். ஏ மாமாவே என்ன வேணும்? மாமோய் உன் பொண்ணக்கோடு அட ஆமா சொல்லி போடு. இது சாமி போட்ட முடிச்சு அது தாண்டா முன்னு முடிச்சு. இது சாமி போட்டு முடிச்சு அது தாண்டா மூணு முடிச்சு. தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு. ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு. சங்கு சக்கர 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 ஜெய். சங்கு சக்கர 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 ஜெய். അർജു ഹേ ഏ പറയൂ. ഇത്ര നേരം നീ തമിഴനല്ലേർന്നാടാ എന്നൊക്കെ എന്നടാ சொல்லுங்க தம்பி. சொல்லுங்க சொல்லுமா சொல்லுமா എന്നെ കണ്ടിട്ട് നിനക്ക് തമ്പി ആയിട്ടാണോ അപ്പൊ വന്നത്? சொல்லுமா. സൂപ്പറായിരുന്നടാ. நன்றி நன்றி. ആ അച്ഛനെ നീ ഒരു വഴിക്കാക്കിയല്ലേ? മാമൻ യെസ്. ശരിക്കും മാമന്റെ അടുത്തൊരു ചോദ്യം. ഈ മുണ്ടുരിഞ്ഞു പോയത് ശരിക്കും പോയതാണോ അതോ
മുണ്ടുരിഞ്ഞ് കളയണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഫുള്ളായിട്ട് നടന്നില്ല, പകുതിയേ പോയുള്ളൂ. അങ്ങനെയായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ അത് അഴിച്ചിട്ടിട്ട് നിന്നോ, കുഴപ്പമില്ല. കുഴപ്പമില്ല, സേഫ്റ്റി. അല്ല, ഈ മാമൻ എന്ന് പറയുമ്പം ആരാണ്? ആരാണ്? ആർട്ടിസ്റ്റാ. ആ, ശരിക്കും ശരിക്കും ഓ, artist ആണ്. അച്ഛനും മകളാണ്. artist ആണ്. എന്താ പേരൊക്കെ പറ. എന്റെ പേര് സന്തോഷ്. അടിപൊളി സന്തോഷേ. അടിപൊളി. എന്തോ ഇത് കഴിഞ്ഞപ്പോ സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ കിടിലായിരുന്നേ, എക്സ്പ്രഷൻസ് ഒക്കെ സൂപ്പർ. ഇനി ഇവ രണ്ടുപേരും നമ്മുടെ അയ്യോ, ആൾക്കാരാണ്. ഈ പുള്ളിക്കാരി ഒരു രക്ഷയില്ല കേട്ടോ, ഒരു ആ, അതന്നെ അതന്നെ. ഒരു രക്ഷയില്ല. എന്തായിരുന്നു ഒരു ചെക്കനെ കിട്ടാൻ വേണ്ടിട്ട്? എന്താ എന്തൊക്കെ പെടാപ്പാട്. എക്സ്പ്രഷൻസ് പേരെന്തായിരുന്നു? ഗംഭീരായിരുന്നു. സ്മൃതി. സ്മൃതി. പേര് സ്മൃതി. ഒരു ജിണ്ടാന കേട്ടോ. അതെ, ഭയങ്കര എക്സ്പ്രഷൻസ്. സൂപ്പർ. കൊള്ളാം. ഉഗ്രനായിരുന്നു, ഉഗ്രനായിരുന്നു. അതെ. Thank you. പിന്നെ അത് ഒന്നും അറിയുന്നില്ലേ മോനെ, എന്നിട്ട് തലേന്ന് പുള്ളിയുടെ ഇടയിൽ ഒന്ന് സാധനം കസേര എടുത്തോണ്ട് പോയി. അറിഞ്ഞില്ല. പക്ഷെ പേര്? എന്തായാലും സുഹൈൽ. സുഹേൽ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മുടെ അർജുനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ കേട്ടാ. താങ്ക് യു അർജു. യെസ്, ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. അർജുനെ സർ, അടിപൊളിയായിരുന്നടാ. താങ്ക് യു സർ. SPB സർ എന്തൊരു എനർജിയിലാണ് ഇത് പാടി വെച്ചേക്കണേ അല്ലേ? Yes, yes, yes. ഒരു രക്ഷയില്ലാതെയാണ് പാടി വെച്ചേക്കണേ. ഫുൾ ഓപ്പൺ സിംഗിങ് തുടക്കം തൊട്ട് അവസാനം വരെ. പിന്നെ അർജുൻ നന്നായിട്ട് തന്നെ ചെയ്തടാ, നല്ല റിസൾട്ട് ആയിരുന്നു. പെർഫോമൻസ് റൗണ്ട് അല്ലേ? അപ്പൊ അതിന് വേണ്ട സംഭവങ്ങൾ കംപ്ലീറ്റ് അർജുൻ ഇട്ടിട്ടുണ്ട്, ഡെഫിനറ്റ്ലി. താങ്ക് യു സർ. ഞാൻ നോക്കുമ്പോഴേ ഇദ്ദേഹം ഒരു പോലീസ് വേഷം ഇടാൻ വേണ്ടി പോയല്ലോ. അപ്പൊ അർജുൻ അവിടുന്ന് ചരണം പാടുന്നുണ്ട്. പാവ സ്മൃതി അവിടെ ഇങ്ങനെ ഉള്ള എല്ലാ എക്സ്പ്രഷൻസും ഇട്ടിട്ട് ഇവന്റെ മുമ്പിൽ കൂടെ ഡാൻസ് ചെയ്യുന്നു. അളിയന് യാതൊരു മൈൻഡും ഇല്ല. പൊണ്ണക്കോട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പൊണ്ണ് സൈഡിൽ വന്ന് ഡാൻസ് ചെയ്യുമ്പോഴും എന്നടാ എന്നടാ ഇന്നർ പെട്ടെന്ന് ഊരിപ്പോയി. കോൺഷ്യസ് ആയി. കോൺഷ്യസ് മീൻസ് അത് ഊരിപ്പോയി ഫുള്ള്. ഞാൻ കണ്ടു ഒരു സാധനം അവിടെ തൂങ്ങി കിടക്കുന്നത്. പാടുമ്പോ വലിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ബട്ട് അർജുൻ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു കേട്ടോ. താങ്ക് യു സർ. ദാറ്റ്സ് എ വെരി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. Thank you, ஷானிகா. താങ്ക് യു സർ. அர்ஜு, പറയൂ. இந்த பாட்டோட ஜட்ஜ்மெண்ட் முடியும் வரை நீ தமிழ்ல பேசுடா. ஓகே, கண்டிப்பா ஓகே. பார்க்கலாம். எம்ஜி சார். அர்ஜுன் சொல்லுங்க சார். சூப்பரா பாடி இருக்கு. താങ്ക് യു സർ. സൂപ്പറാ, ரொம்ப സൂപ്പറാ പാടി ഇருக்கு. താങ്ക് യു സർ. എനിക്കൊരു ടെൻഷൻ ഒറ്റ കാര്യത്തിലുണ്ടായിരുന്നുണ്ട്. കാരണം ഈ ഇന്നിയർ പോകുമ്പോഴത്തേക്ക് മോന്റെ ശ്രുതി പോകുമോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ ഒന്നും പോയില്ല. താങ്ക് യു സർ. നല്ല പവർഫുൾ ആയിരുന്നു പാടിയത്. എനിക്ക് തോന്നുന്നു മലയാളത്തിനെക്കാട്ടില് പിന്നെ വഴങ്ങുന്നത് തമിഴാണെന്ന് തോന്നുന്നു. സർ, വീട്ടിൽ തമിഴ് സംസാരിക്കുക. കറക്റ്റ് കാര്യം അതാണ്. കാരണം നല്ല ത്രോ ആയിരുന്നു പാടുമ്പോഴും. ഒരു നമ്മളെപ്പോഴും ഒരു പാട്ട് പാടുമ്പോഴത്തെ പെട്ടെന്ന് മനസ്സിലാക്കാം ആ പാടുന്ന ഗായകന് ഒരു ഈസിനെസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ചിലപ്പോൾ ഒരു പിടുത്തം കാണും. ഇത് അങ്ങനൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് എറിഞ്ഞ് താങ്ക് യു സർ. സ്പ്രിഞ്ചി താങ്ക് യു സർ. ഒരു ട്രിപ്പിൾ സ്പ്രിഞ്ച്. താങ്ക് യു സർ. മാത്രമല്ല കൂടെ നിന്ന് എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. ബാക്കി എല്ലാം കൊണ്ടും കൊള്ളായിരുന്നു കേട്ടോ, നന്നായിരുന്നു. വെരി ഗുഡ്, വെരി Thank you. ഗുഡ്. ഇത് ആരാ സെലക്ട് ചെയ്ത, മോൻ തന്നെയാണോ അതോ? സാർ, ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. ஏய் தமிழ்ல பேசுடா. நான் தான் சார் செலக்ட் பண்ணேன். நீங்க தானே செலக்ட் பண்ணது? ஆமா சார். அது எதுக்கு இந்த சாங் எடுத்தது? பெர்ஃபார்மன்ஸ் ரவுண்டான காரணம். சரி, பெர்ஃபார்மன்ஸ்க்கு வேற சாங்ஸ் இருக்கே. இல்ல சார், எனக்கு இந்த பாட்டு ரொம்ப பிடிக்கும். அதனால அது என்ன விஷயம்? அதெல்லாம் கல்யாண விஷயம் சார், அதனாலதான். அதுக்கு அங்க வா. கல்யாணம் பண்ணதுக்கு ஆசை இருக்கா? ஆசை இருக்குமே சார், யாருக்கு? ஓ, இப்ப எவ்வளவு வயசு எவ்வளவு ஆச்சு? ആശയമുള്ളത് അതേ ഉള്ളൂ. வயசு எவ்வளவு ஆச்சு சார்? ஆனா வயசு கம்மி தான், 22. 22. அதுலயே பண்ணலாமே. இல்ல சார், அது வேணாம். இல்ல, அம்மா சொல்லிருக்காங்க ஆமா. செட்டில் ஆனதுக்கு இல்ல, அப்புறம் இவர் இப்ப சொல்லியாச்சு அவருக்கு ஆசை இருக்குன்னு சொல்லி. ஆமா, ஆசை இருக்குமே ஆசை சார். இருந்துட்டு காரியம் இல்ல. ஆசை இந்த வயசுல இருக்கலாமா? தோஷை மட்டும் தான் இருக்கு இப்போ. இல்ல, ஆசை இந்த வயசுல இருக்கலாமா? இருக்கலாமே சார். இல்ல, அது கூடாது. ரொம்ப அது தப்பு. கூடாது, அது தப்புயா. தப்பாப்பா. ஐயோ, சாரி சார். 22 வயசுல இந்த மாதிரி கல்யாணம் பண்ணணும்னு ஆசை இருந்தா கல்யாணம் எப்படி ஆகும்போது பாட பண்ணா முடியும்? போதும். கல்யாணம் ஆசை இருக்கு, ஆனா 27 வயசு ஆனதுக்கு அப்புறம் தான் கல்யாணம் பண்ணுவேன் நான். ஓஹோ. ஆமா. அப்ப அந்த ஆசையை கொஞ்சம் ஓரம் கட்டி வை. എന്നിട്ട് ദോശ സാപ്പിடு. ஆமா, கண்டிப்பா சார். நன்றி. ശരി, നന്ദി, വണക്കം. நன்றி Thank சார். you sir. ശരത് sir. അർജുന, സാർ, നല്ല പാട്ട്, നല്ലൊരു ഗും സെലക്ഷൻ, ഒരു ഡൗട്ടും ഇല്ല. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ എല്ലാ ഗാനമേള സദസ്സുകളിലും ഇപ്പോഴും വെച്ച് സ്പ്രിഞ്ചിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണിത് കേട്ടോ. കാര്യം എപ്പോഴും ആളുകൾക്ക് ഒരു ഗുമ്മാണിത് കേൾക്കുന്നത്. നന്നായിട്ട് പാടി. താങ്ക് യു. അല്ല, നീ തമിഴ് സംസാരിച്ചിട്ട് ചില വാക്കുകളൊക്കെ മലയാളം പോലെ ഇരിക്കുന്നു. അത് ശരിയായിക്കൊള്ളാം.
ഓക്കെ സാർ. കേട്ടോ. പിന്നെ അത് താണ്ട മൂന്ന് മുടിച്ച്, അത് മൂന്ന് മുടിച്ച്, പിന്നെ വേറെ ഏതാണ്ടൊക്കെയാ പാടുന്നത്. മൂന്ന് ഇത് സാമി പൊട്ട മുടിച്ച് അത് ദാണ്ടാ മൂന്ന് മുടിച്ച് മൂന്ന് മൂന്ന് മുടിച്ച് ഇതൊക്കെ ഞാൻ പറഞ്ഞ മലയാളം ഒരു നിന്ന് മൂന്ന് മുടിച്ച് മൂന്ന് മുടിച്ച് മൂന്ന് മുടിച്ച് എന്ന് പറയാം. മൂന്ന് മുടിച്ച് ആ മൂന്ന് തുമ്മിയത് പോലെ മൂന്ന് മുടി എടേ ചെക്ക. അതുപോലെ താലികെട്ടം അത് കൃത്യം ആ ലയത്തില് വേണ്ടേ? വേണം സാർ. അവിടെ നീ കുറച്ച് ആടിപ്പോയാല് പാട്ടിന്റെ ഒരു ഹുക്ക് ഏരിയ അല്ലേ അത്? ആ സാർ. അപ്പൊ അത് കൃത്യമാവണ്ടേ? ശരിയാണ് സാർ. ஐயா ஜான் அவர்களே, உங்க சமாச்சாரத்தை கொஞ்சம் தட்டி காட்டு. 1 2 3 ஸ்டார்ட். தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு. போடாதடே. ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு. அடமா ഒന്ന് ഓടിപ്പോയി. 1 2 ഇത് എംജിആറിനെ പറഞ്ഞ പോലെ ആണെന്ന് തോന്നുന്നു. താലി കെട്ടാൻ നിനക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അതിന്റെ മരണപ്പാച്ചിലായത്. 1 2 3 4. தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு. ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு. அடமாமா ஆமா இது சாமி பொட்ட முடிச்சு அது தாண்டா மூணு முடிச்சு. മതിയടാ. ഞാനിപ്പോ വികാരം കയറി ഡാൻസ് ചെയ്തു. ബാക്കിയൊക്കെ നന്നായിരുന്നു. ചരണം എന്താണ്? പന്നപുരം പോനതില്ല. ഈ പന്നപുരം എന്നുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? ഉനക്ക് தெரியுமா? സത്യമാ എനിക്ക് தெரியாது. നമ്മ രാജാ സാറോടെ ഊര് പിറന്ന ഊര് പന്നൈപുരം കേട്ടോ. അത് ഗംഗാവര സാറല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ അവരൊക്കെ അദ്ദേഹത്തിന്റെ ചേട്ടനല്ലേ രാജാ സാർ. അപ്പൊ അതുകൊണ്ടാണ് അത് എഴുതിയേക്കുന്നത് പന്നൈപുരം. ഓക്കെ സാർ. അങ്ങനൊരു കുഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണ് ഇന്ന് സിംഫണി എഴുതി സംഗീതത്തിന്റെ അങ്ങ് കൊടിമുടിയിലിരിക്കുന്നത്. അത് നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരേ ഒരു ഹാർമോണിയം എടുത്തുകൊണ്ട് വന്ന് അവിടെ വന്ന് പലതിനും വായിച്ച് സംഗീതം പഠിച്ച് ക്ലാസിക്കൽ മ്യൂസിക് പോയി പഠിച്ച് അത് കാര്യം അങ്ങനെ ഒരാളാണ് രാജാ സാർ. അപ്പോൾ രാജാ സാർ ഞങ്ങളുടെ പ്രണാംസ്. അപ്പോൾ ചക്കരെ Thank you sir. மஞ்சரி சேச்சி. அர்ஜுன் மேம், உங்க பாட்டு எனக்கு ரொம்ப பிடிச்சது. ஏன்? ரொம்ப அழகா பாடுனீங்க. நன்றி. முதல்ல நீங்க பாடுனீங்க அந்த சாங் நம்ம தண்ணி தொட்டி, அந்த ரேஞ்சுக்கு வந்தது இந்த பாட்டு. நன்றி மேம். நல்லா இருந்தது. இந்த வேட்டி சட்டை எல்லாம் சூப்பர். நன்றி மேம். நம்ம சூப்பர் ஆர்கெஸ்ட்ரா பின்னிட்டீங்க, கலக்கிட்டீங்க. அப்புறம் நம்ம டான்சர்ஸ் ஆக்டர்ஸ் எல்லாருமே சூப்பர், வேற லெவல். நம்ம பார்வதி அங்கே இருந்து ஆச்சரியப்பட்டான், என்ன அழகா பாடுறேன் அவ்வளோ இல்ல. ஆமா 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 ஆமா. ஆனா உங்களுக்கு ஆசை ஆசை இப்பொழுது பேராசை இப்பொழுது ஆசை தீரும் காலம் எப்பொழுது, எப்போ ஆசை தீரும்? கல்யாணம் முடிச்சா தீரும். ഇവന് സൂപ്പർ സ്റ്റാറിൽ പാടണമെന്നൊന്നുമില്ല. കല്യാണം ஒரு பொண்ணை கட்டிக்கணும் அதுதான். அதனாலதான் அந்த கெரட்டின் ஹேர் ஸ்டைல் எல்லாம் பண்ணி வந்திருக்கான் இல்ல. ஸ்பெஷலி அர்ஜுன் அந்த அந்த லைன் இல்லையா, மாமாவும் பொண்ணை கொடு, அந்த லைன் எப்போ வரும்போதும் நீங்க சூப்பரா பாடுறீங்க. அத உள்ளல தட்டி வருது அந்த லைன், அந்த எக்ஸ்பிரஷன். அம்மா அம்மா ஆஹா, அது ஒரு வாட்டி பாடு. மாமாவும் பொண்ணக்கோடு. ஒன் மோர் அட ஆமா சொல்லி போடு. எக்ஸ்பிரஷன் எல்லாம் சூப்பரா இருந்தது. Thank you. அவ அந்த லெவலுக்கு வந்துட்டீங்க, அந்த தண்ணி தொட்டி லெவல். இனி அப்படியே போட்டும். கீப் இட் அப். Thank you. God bless you. Thank you. Thank you சேச்சி. ஓகே மார்க்ஸ் கேட்கலாம். மார்க்ஸ் கேட்கலாம். ஆமா ஷானிகா. അർജുൻ Sir. 9.1. Thank you sir. ശരത് சார். മാർക്ക് കേളടി കൺമണി. மார்க் சொல்லு சார். നമ്മുടെ അർജുന് 9.2. Thank you sir. சேச்சி எனக்கு இந்த பெர்ஃபார்மன்ஸ் ரொம்ப 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 பிடிச்சது. உங்க ஆக்டர்ஸ் எல்லாருமே நல்லா இருந்தது, அதனால 9.3 மார்க்ஸ். Thank you. Thank you ചേച്ചി. എംഡി സാർ. അപ്പൊ പറഞ്ഞല്ലോ പുള്ളേ ദോശ പുള്ളേ சொல்லுங்க சார். ഇരിക്കട്ടെ ഉനക്ക്.
நன்றி சார். ഒരു 10.9. ശാന്തക്ക് இந்த പാട്ട് Okay, so total 27.6. Hey, super. Thank you. ഓ